നമസ്കാരം. ഇന്നത്തെ പ്രധാന ഐറ്റം എന്താണെന്നറിയണ്ടേ? ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു പൊറാട്ട, ടൊമാറ്റോ പൊറാട്ട. കൂടാതെ ടൊമാറ്റോ കൊണ്ട് നല്ലൊരു പിക്കിളും മുട്ട ചേർക്കാത്ത എഗ്ലെസ് മയണൈസും കൂടി ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. കറിവേപ്പിലേക്ക് സ്വാഗതം. വീഡിയോ അവസാനം വരെ കാണുക. ടിപ്സ് കൂടി കാണണേ. ടിപ്സിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന 2-3 ഐറ്റം കൂടി കാണിക്കുന്നുണ്ട്. ഞാനിവിടെ ഗോതമ്പ് മാവിലാണ് ടൊമാറ്റോ പൊറാട്ട ഉണ്ടാക്കുന്നത്. അതിനായി 250 ഗ്രാം ടൊമാറ്റോ, വലുത് 2 എണ്ണം വരും, നന്നായി കഴുകിയെടുക്കുക. അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി അല്പം വെള്ളം ഒന്ന് തിളപ്പിക്കുക. വെള്ളം തിളച്ച ശേഷം അതിലേക്ക് ഈ ടൊമാറ്റോ ഇടുക. ഏകദേശം ഒരു 4 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഈ ടൊമാറ്റോയുടെ സ്കിന്നൊക്കെ ഇതുപോലെ പൊട്ടി തുടങ്ങും. അപ്പോൾ അത്രയും മതി. അപ്പോഴേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇത് ഞാൻ കിച്ചണിലെ ആവശ്യത്തിനേക്ക് വേണ്ടി മാത്രമായിട്ട് വാങ്ങിയ ഒരു ക്ലോക്ക്, ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ടിപ്സിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൊമാറ്റോ ഇപ്പം 4 മിനിറ്റോളം എടുത്തല്ലോ എൻ്റെ ഈ സ്കിന്നൊക്കെ ഒന്ന് പൊട്ടി വരാൻ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സാധാ പച്ചവെള്ളത്തിലേക്ക് മാറ്റാം. ചൂടൊന്ന് മാറിയ ശേഷം നമുക്ക് പച്ചവെള്ളത്തിൽ നിന്ന് മാറ്റാം. അധിക സമയം ഇടേണ്ട ആവശ്യമില്ല. അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതുപോലെ 250 ഗ്രാംസ് ടൊമാറ്റോ ഞാനൊന്ന് എടുത്ത് ഇതിൻ്റെ മുകൾ ഭാഗം മാത്രം ഒന്ന് ക്രോസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടൊന്ന് നോക്കി. കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തിന് മാത്രമേ കട്ട് ചെയ്യാവുള്ളൂ. ഇനി നമുക്കിതുപോലെ തിളച്ച വെള്ളത്തിലേക്കൊന്ന് ഇട്ട് നോക്കി. 2 മിനിറ്റ് തിളച്ചപ്പോഴേക്കും സ്കിന്നൊക്കെ സ്പ്ലിറ്റായിട്ട് വന്നു. ആദ്യത്തെ മെത്തേഡിൽ 4 മിനിറ്റ് എടുത്ത് ഇതിനിങ്ങനെ സ്കിന്നൊക്കെ സ്പ്ലിറ്റായിട്ട് വരാനായിട്ട്. ഇപ്പോൾ 2 മിനിറ്റല്ലേ എടുത്തുള്ളൂ. കട്ട് ചെയ്യുമ്പോൾ ആഴത്തിൽ കട്ട് ചെയ്യാതെ സ്കിൻ മാത്രം കട്ട് ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുന്നതാണ് സമയം ലാഭം. ഇപ്പം ഞാൻ 2 സെറ്റ് ടൊമാറ്റോ ശരിയാക്കി വെച്ചല്ലോ. അതിൽ ഒരു സെറ്റ് ഞാൻ പിക്കിൾ ഉണ്ടാക്കി കാണിക്കാം, ടൊമാറ്റോ പിക്കിൾ. ഇനി പൊറാട്ട ഉണ്ടാക്കാനായിട്ട് ഈ 250 ഗ്രാം എടുത്തല്ലോ, ആദ്യം പുഴുങ്ങി വെച്ച അതിനെ ഒന്ന് നമുക്ക് അതിൻ്റെ ഞെട്ടിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം ഇതിനെ ഒന്ന് മാഷ് ചെയ്ത് അല്ലെ ഒരു മിക്സിക്കകത്തിട്ട് അടിച്ചാൽ മതി. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനൊരു ബ്ലെൻഡർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഹാൻഡ് ബ്ലെൻഡർ. അപ്പോൾ അത് വെച്ചൊന്ന് അത് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുകയും ചെയ്യാമല്ലോ. ഞാൻ എൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നേരത്തെ. അത് കാണണം താല്പര്യമുള്ളവർ മുകളിൽ കാണുന്ന ഐ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അത് വെച്ചാണ് ഞാനിന്ന് ഇവിടെ ഈ ടൊമാറ്റോ മാഷ് ചെയ്തെടുക്കുന്നത്. പിന്നെ നല്ല ഭംഗിയുള്ള ഈ പ്ലാസ്റ്റിക് പൂവിൻ്റെ ഡീറ്റെയിൽസും കൂടി ഞാൻ ടിപ്സിൽ പറയുന്നുണ്ട്. ഒരു ബൗളിലേക്ക് ഈ ടൊമാറ്റോയെ മാറ്റിയ ശേഷം ഈ ബ്ലെൻഡർ കൊണ്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം, ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇത് ഏകദേശം ഒരു മിനിറ്റ് ആകുമ്പോഴേക്കും ഈ ടൊമാറ്റോ നന്നായിട്ട് മാഷ് ചെയ്ത് വരും. മിക്സിയിൽ അരച്ചാലും ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 കപ്പ് ഗോതമ്പ് മാവാണ് ഇടുന്നത്. ശരിക്കും മൈദാമാവ് കൊണ്ട് ഉണ്ടാക്കുന്നതിനാണ് ടേസ്റ്റ് വൈസ് ആയാലും കാണാനും നല്ലത്. മൈദ അത്ര നല്ലതല്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ ഗോതമ്പ് മാവ് എടുത്തത്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് വേണോ ഉപയോഗിക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 2 ടേബിൾ സ്പൂൺ നെയ്യുമാണ് ഉപയോഗിച്ചത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. കൈ കൊണ്ട് കുഴയ്ക്കുന്നതാണ് നല്ലത്. ചപ്പാത്തിക്ക് പോലെ കുഴച്ച് വയ്ക്കുക. വെള്ളം ഒഴിക്കേണ്ട. ഈ വെള്ളത്തിൽ തന്നെ, ഈ ടൊമാറ്റോ ജ്യൂസിൽ തന്നെ അത് റെഡിയാക്കി വയ്ക്കുക. ഇത് നമുക്ക് അപ്പം തന്നെ പൊറോട്ട ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. തൽക്കാലം അതവിടെ ഇരിക്കട്ടെ. ഒരു 250 ഗ്രാം ടൊമാറ്റോ കൂടി നമ്മൾ പീൽ ചെയ്ത് വെച്ചല്ലോ, അതുകൊണ്ടൊരു ടൊമാറ്റോ പിക്കിൾ കൂടി വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് നമുക്കതിലേക്ക് പോകാം. ആദ്യം ഈ ടൊമാറ്റോ ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ജ്യൂസ് എന്ന് പറയുന്നത് അതിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. കുറച്ച് സമയം കഴിയുമ്പോൾ അതുപോലെ വരും. പിന്നെ ഇതിനകത്ത് വേണ്ടുന്ന 1-2 കാര്യങ്ങളും കൂടി ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് വേണം നമുക്ക് പിക്കിളിടാൻ തുടങ്ങാനായിട്ട്. ഞാനൊരു 10 ഡേറ്റ്സും കൂടി എടുത്തിട്ടുണ്ട്. ഇത് കുരു മാറ്റിയ ശേഷം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ ശേഷം 4ആയിട്ട് മുറിച്ച് വീണ്ടും ഒന്ന് ക്രോസായിട്ട് മുറിച്ച് 8 പീസ് ഓരോന്ന് അങ്ങനെ കട്ട് ചെയ്ത് വെക്കണം. അത് നല്ല ടേസ്റ്റാണ് ഡേറ്റ്സും ഈ ടൊമാറ്റോയും കൂടെ ചേരുമ്പോൾ. ഇനി അടുത്ത് വേണ്ടത് പുളിയാണ്. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുക്കുക. എന്നിട്ട് അതിനകത്തുള്ള കുരുവോ നാരോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറുതായി ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് വെക്കണേ. ഇനി അടുത്തത് ഇതെന്താണെന്നല്ലേ, കഴിഞ്ഞ ആഴ്ച ഗാർലിക് പൗഡർ അല്ലെങ്കിൽ വെളുത്തുള്ളിപ്പൊടിയുടെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നേ. അത് സാധാരണയിൽ കൂടുതൽ പേര് കണ്ടു, കൂടുതൽ പേര് സബ്സ്ക്രൈബും ചെയ്തു. അവർക്കെല്ലാം ഞാൻ സ്നേഹപൂർവ്വം ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നത്. എല്ലാ പിക്കിളിനും വെളുത്തുള്ളി ഒരു പ്രധാന ഘടകമാണല്ലോ. അപ്പം നമുക്ക് ഈ വെളുത്തുള്ളി പൗഡർ റെഡിയാക്കി വെച്ചാൽ പെട്ടെന്ന് അച്ചാർ ഉണ്ടാക്കണമെങ്കിൽ വെളുത്തുള്ളിക്ക് പകരം ഇതിട്ടാൽ മതി. സമയവും നമുക്ക് ലാഭിക്കാം. ഈ വെളുത്തുള്ളിയുടെ വീഡിയോ ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഇനി നമുക്ക് എല്ലാം കൂടി ഒരു ദിവസം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇതുപോലെ അത്യാവശ്യമുള്ളതൊക്കെ, അതായത് ഫ്രിഡ്ജിൽ വെക്കേണ്ടാത്തതൊക്കെ ബാക്കിയുള്ളതൊക്കെ
ഇതുപോലെ റെഡിയാക്കി വെച്ചാൽ ബാക്കി അടുത്ത ദിവസം ചെയ്താൽ മതി. ഞാൻ ഈ വീഡിയോ ഒക്കെ ആരുടെ സഹായമില്ലാതെ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെ സമയം അനുസരിച്ചാണ് ഞാൻ അടുത്ത ദിവസം ബാക്കി ചെയ്ത് തീർക്കുന്നത്. പ്രായമായവർക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാനും ഒറ്റയ്ക്ക് എങ്ങനെ ചെയ്യാമെന്നൊക്കെയുള്ള ഒരു 4 പാർട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് 4ഉം കൂടിയുള്ളൊരു പ്ലേലിസ്റ്റ് ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം. വളരെ പ്രയോജനപ്രദമായ ഒരു വീഡിയോ ആണത്. അത് നമുക്ക് മാനസികമായിട്ടും പ്രായോഗികമായിട്ടും എങ്ങനെ തയ്യാറെടുക്കാം എന്നൊക്കെയുള്ള ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട്. ഒന്ന് കണ്ടു നോക്കുക. ഇനി നമുക്ക് വളരെ പെട്ടെന്ന് ഈ പിക്കിളൊന്ന് റെഡിയാക്കി എടുക്കാം. ആദ്യം സ്റ്റൗ കത്തിച്ച് ഒരു പാൻ അടുപ്പിൽ വയ്ക്കുക. അത് ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ചത്. പിക്കിളിന് പൊതുവേ ഞാൻ നല്ലെണ്ണയാണ് ഉപയോഗിക്കാറ്. ഒരു 50 ml എന്ന് വേണമെങ്കിൽ കണക്ക് പറയാം. എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇടുക. അത് കടുക് പൊട്ടിയതിന് ശേഷം പിന്നെ 2 മുളകും പിന്നെ കറിവേപ്പില, ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഇളക്കുക. നമ്മൾ സാധാരണ വെളുത്തുള്ളി ഇടാറുണ്ട്, പക്ഷേ ഇതിപ്പം ഞാനിവിടെ വെളുത്തുള്ളിയുടെ പൗഡർ ഇടുന്നത് കൊണ്ട് ഇപ്പോൾ ഇടുന്നില്ല. അത് ഏകദേശം ഒരു പൊടികളൊക്കെ ഇടുന്ന കൂട്ടത്തിൽ ഇട്ടാൽ മതി. ഇനി ആ ടൊമാറ്റോയുടെ മിക്സ് ഉണ്ടല്ലോ, നമ്മൾ അരിഞ്ഞു വെച്ചല്ലോ, അതും കൂടി അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ഇത് കുറച്ച് വെള്ളം ഉള്ളതുകൊണ്ട് കുറച്ച് സമയം ഇരിക്കേണ്ടി വരും. മൊത്തത്തിൽ ഇതിനൊരു 15-20 മിനിറ്റോളം എടുക്കും. ഒരു മീഡിയം ഫ്ലെയിം മതി. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ഇടാം. പിന്നെ നമ്മൾ ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന പുളിയുണ്ടല്ലോ അതും കൂടി ഇടാം. അതിന് ശേഷം ആ ഡേറ്റ്സും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ആ വെള്ളത്തിൽ മീഡിയം ഫ്ലെയിമിൽ കിടന്ന് അതൊന്ന് നന്നായിട്ട് പിടിക്കണമില്ല. ഒരു 10 മിനിറ്റൊക്കെ അതേപോലെ ഇളക്കി ഏകദേശം ഒരു 3/4 ഭാഗത്തോളം ഒന്ന് വെള്ളമൊക്കെ വറ്റിയതിന് ശേഷമേ നമ്മൾ പൊടികൾ ഇടാവൂ. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്. മറ്റേ സാധാ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കുറച്ച് മതി. പിന്നെ അടുത്തത് ഉപ്പ് ഒരു 1/2 ടീസ്പൂൺ ഇട്ടു. പിന്നെ വേണമെങ്കിൽ കൂടുതൽ പിന്നീട് ഇടാം. പിന്നെ വേണ്ടത് വെളുത്തുള്ളിപ്പൊടിയാണ്. വെളുത്തുള്ളിപ്പൊടി ഞാനൊരു 1.5 ടീസ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ അടുത്തത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണേ ഇടുന്നുള്ളൂ. അത് കേടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മഞ്ഞൾപ്പൊടി പിക്കിളിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് നോക്കണം. ഇവിടെ ഞാൻ ഉപ്പ് കുറവായതുകൊണ്ട് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇടുകയാണ്. ഇപ്പോൾ ഏകദേശം ഒന്ന് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഇടാനുള്ളത് 2 കാര്യങ്ങളും കൂടി, കായപ്പൊടിയും ഉലുവാപ്പൊടിയും. ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ, അതായത് 1/8 ടീസ്പൂണാണ് ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഏറ്റവും അവസാനമാണ് ഈ ഉലുവാപ്പൊടിയും കായപ്പൊടിയും ഇടേണ്ടത്. പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു 5-6 മിനിറ്റിനകത്ത് നമ്മൾ നിർത്തണം. അപ്പോഴാണ് ടേസ്റ്റ് വരുന്നത്. ഇനി നമുക്കതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിക്കണം. ഇനി ഒന്നുകൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ആവശ്യത്തിന് പുളിയും ഉപ്പും വേണം. പുളി ആവശ്യത്തിന് കാണും, പക്ഷേ ഉപ്പ് കുറയാൻ നോക്കണേ, എങ്കിലേ ടേസ്റ്റ് വരൂ. ഇത് അല്പം തിക്കാണ്, നല്ല ടേസ്റ്റാണ്. ഇനി അല്പം ലൂസ് ആവണമെങ്കിൽ ഒരു 1/4 കപ്പ് തിളച്ച വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ ഡേറ്റ്സ് ഇല്ലെങ്കിൽ നമുക്ക് ഒരു 1-1.5 ടീസ്പൂൺ പഞ്ചസാര ഇട്ടാൽ മതി. വെളുത്തുള്ളി പൊടിയില്ലെങ്കിൽ 10-20 ചെറിയ ക്ലൗസ് ഉണ്ടല്ലോ, ചെറിയ അല്ലി കടുക് വറുക്കുമ്പോൾ കൂടെ ഇട്ട് ഇളക്കിയാൽ മതി. ഇത് തന്നെ വളരെ ടേസ്റ്റാണ്. ഒരു സൈഡ് ഡിഷായിട്ട് നമുക്ക് ചോറിന്, കഞ്ഞിക്ക്, ചപ്പാത്തിക്ക്, പറാത്ത എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ട് ഒരാഴ്ചയായി, പുറത്തിരുന്നിട്ട് ഒരു കുഴപ്പമില്ല ഇതുവരെ. അപ്പം നമ്മുടെ ടൊമാറ്റോ പിക്കിൾ കഴിഞ്ഞു. ഇനി നമുക്ക് ടൊമാറ്റോ പറാത്ത ഉണ്ടാക്കാനായിട്ട് ഒരു മിക്സ് കൂടി തയ്യാറാക്കണേ. ഒരു പരന്ന പാത്രം എടുത്ത് അതിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇനി അതിലേക്ക് ഇടാനുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ നേരത്തെ റെഡിയാക്കി അരിഞ്ഞു വെച്ചിരുന്നതാണ്. ഇത് എല്ലാം ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ആദ്യം ഒരു 4 ടേബിൾ സ്പൂൺ ഉള്ളി, ചെറിയ ഉള്ളി അരിഞ്ഞത്, പച്ചമുളക് 2 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ 2 ടേബിൾ സ്പൂൺ, ഉപ്പ് 1 ടീസ്പൂൺ, പിന്നെ പെപ്പർ പൗഡർ 1 ടീസ്പൂൺ, മല്ലിയില 1 ടേബിൾ സ്പൂൺ. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വയ്ക്കണേ. ഇപ്പോൾ ടൊമാറ്റോ പറാത്തയുടെ മാവ് നേരത്തെ ഉണ്ടാക്കിയല്ലോ, അത് മുക്കി പൊരിക്കാനുള്ള മിക്സാണ്. അതും ഉണ്ടാക്കി അത് മാറ്റി വയ്ക്കാം. ഇനി ഒരു കാര്യം കൂടി ഉണ്ടാക്കാനുണ്ട്. ഒരു മയണൈസ് ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ, എഗ്ലെസ് മയണൈസ്. അതിന് വൈറ്റ് പെപ്പർ പൗഡറാണ് വേണ്ടിയത്. അപ്പോൾ ഈ വൈറ്റ് പെപ്പർ സാധാരണ കിട്ടുന്നത് പഴുത്ത കുരുമുളകിൽ നിന്നാണ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് കുരുമുളക് എടുത്തൊന്ന് സ്പ്ലിറ്റ് ചെയ്തൊക്കെ എടുത്തതാണ്. ഇത് പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷേ അങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ. ഞാൻ വെറുതെ നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. എൻ്റെ കൈവശം ഈ വൈറ്റ് പെപ്പർ പൗഡർ ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ. വൈറ്റ് പെപ്പർ പൗഡർ ഇടുമ്പോഴാണ് മയണൈസിന് നല്ല വൈറ്റ് കളറായിരിക്കും. ഇതുപോലെ വൈറ്റ് പെപ്പർ കടയിൽ നിന്ന് പാക്കറ്റായിട്ട് വാങ്ങാൻ കിട്ടുമല്ലോ, അത് വാങ്ങി ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി പൊടിച്ചെടുത്താൽ മതി. വൈറ്റ് പെപ്പർ പൗഡർ റെഡിയാണ്. ഇതൊരു 50 ഗ്രാമിൻ്റെ പാക്കറ്റിന് 123 രൂപയാണ്. അപ്പോൾ നമുക്കിനി ഈ എഗ്ലെസ് മയണൈസ് ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മയണൈസ് പ്രിസർവേറ്റീവ് ഒന്നും ചേർത്തതല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റിയേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. ഒരു ദിവസവും അതിൻ്റെ അടുത്ത ദിവസത്തേക്ക് മാത്രമേ കൊള്ളാവൂ.
ഇതുപോലൊരു ഗ്ലാസ് പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിക്കുക. സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ഒഴിക്കുക. കട്ട തൈരായിരിക്കണേ. പാല് വറ്റിച്ചെടുത്ത് നമ്മൾ തൈര് ഉണ്ടാക്കുന്നത് ഞാനതൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഷോർട്ട് വീഡിയോ, ഒന്ന് നോക്കണേ. അധികം പുളിയില്ലാത്ത തൈരായിരിക്കണേ. അതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങാനീര് ഒഴിക്കുക. പിന്നെ വെളുത്തുള്ളി, നമ്മളുടെ നേരത്തെ പറഞ്ഞ വെളുത്തുള്ളി ഗാർലിക് പൗഡർ ഉണ്ടല്ലോ, അതൊരു 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ ഇടുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ വൈറ്റ് പെപ്പർ പൗഡർ, അത് ഞാനിപ്പോൾ പേസ്റ്റ് ഉണ്ടാക്കി വെച്ച് അതിൻ്റെ ഉള്ളൂ. പിന്നെ ഉപ്പും കൂടി ചേർക്കണേ. ഒരു 1/4 പകുതി ആദ്യം ചേർത്താൽ മതി, ഉപ്പ് കൂടി പോകണ്ട. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. മയണൈസിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചല്ലേ ഉള്ളൂ. നേരത്തെ കാണിച്ച അതേ ബ്ലെൻഡർ വെച്ച് തന്നെയാണ് ഈ മയണൈസ് ഉണ്ടാക്കുന്നത്. ഈ ബ്ലേഡ് ഏറ്റവും താഴെ കൊണ്ടുപോവുക, എന്നിട്ട് സ്വിച്ച് ഓൺ ചെയ്യുക. പതിയെ അനക്കാതെ ഒരു 10 സെക്കൻഡ് അവിടെ തന്നെ ഇതിരിക്കണം. അത് കഴിഞ്ഞ് സാവകാശം മുകളിലോട്ട് എടുക്കുക. ഇനി താഴേക്കും മേളിലേക്കും ഒരു 3-4 പ്രാവശ്യം പതിയെ കൊണ്ടുപോവുക. അപ്പോൾ ഏകദേശം ഒരു മിനിറ്റോളം ആകുമ്പോഴേക്കും മയണൈസ് റെഡിയാവും. ഓവറായിട്ട് അത് ബ്ലെൻഡ് ചെയ്യേണ്ട. നമുക്ക് മനസ്സിലാവും, അത് എല്ലാം മിക്സായി വരുമ്പോഴേക്കും ആ മയണൈസിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അന്നേരം ഒന്ന് സ്റ്റോപ്പ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇത് മിക്സിയിൽ വേണമെങ്കിലും ചെയ്യാം. മിക്സിയിൽ ചെയ്യുമ്പോൾ ഓയിൽ ഫുള്ളായിട്ട് ഒഴിക്കരുത്. ആദ്യം കുറച്ച് ഒഴിക്കുക. അങ്ങനെ ഒരു 3 പ്രാവശ്യമായിട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം വലിയ ലോ സ്പീഡിൽ ഇതാവും. ആദ്യം ചെയ്യുമ്പോൾ എപ്പോഴും എല്ലാം കുറേശ്ശെ ചെയ്ത് നോക്കണേ. ഞാനൊരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, വേറെ ഇല്ല, അതുകൊണ്ട് ബ്ലാക്ക് പെപ്പർ തന്നെ ഇട്ട് ഒന്നുകൂടെ ചെറുതായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. കണ്ടില്ലേ, അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ട്. നല്ല കട്ടിയായിട്ട് കിട്ടും. നല്ല തിക്കായിട്ടുള്ള മയണൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല കൺസിസ്റ്റൻസിയാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. എല്ലാ സ്നാക്സിൻ്റെ കൂടെയും നമുക്കിത് കഴിക്കാം. മാക്സിമം 2 ദിവസം വരെ ഉപയോഗിക്കാവേ. ഇനി നമ്മുടെ ടൊമാറ്റോ പറാത്തയിലേക്ക് പോകാം. പരത്താനായിട്ട് കുറച്ച് മാവ് എടുത്ത് വയ്ക്കണം. കുഴച്ച് വെച്ച മാവ് ചപ്പാത്തിക്ക് എടുക്കുന്ന മാവ് പോലെ ഉരുട്ടി വയ്ക്കുക. 2 നാഴി മാവിന് 9 ഉരുളകൾ ഉണ്ടായിരിക്കും. ഓരോന്നും ചപ്പാത്തിയുടെ വലിപ്പത്തിൽ പരത്തി വയ്ക്കണം. ഇപ്പം ഞാൻ ഈ ചപ്പാത്തി പരത്തുന്ന സിലിക്കൺ മാറ്റ് ഞാൻ ടിപ്സിൽ കാണിക്കുന്നുണ്ട്. ആദ്യം ചപ്പാത്തി പോലെ പരത്തിയ ശേഷം ഇതുപോലെ കട്ട് ചെയ്യുക. കട്ട് ചെയ്യാൻ ഒരു സ്പാച്ചിലയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പലകയിലാണ് പരത്തുന്നതെങ്കിൽ നമുക്ക് കത്തി വെച്ച് മുറിക്കാം. ഇവിടെ സിലിക്കോൺ മാറ്റ് ആയതുകൊണ്ടാണ് കത്തി ഉപയോഗിക്കാത്തത്. ഇതുപോലെ മുറിച്ച ശേഷം അല്പം നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഒന്ന് തൂത്ത ശേഷം അല്പം മാവും കൂടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് ഇതുപോലെ മടക്കിയെടുക്കണേ. ഫ്രൈ ചെയ്യുമ്പോൾ ലെയറായിട്ട് വരാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. ഇനി ഇത് ഇടത്തരം വലിപ്പത്തിലൊന്ന് പരത്തിയെടുക്കുക. ഏകദേശം ഒരു സ്ക്വയറായിട്ട് വരും നമ്മളിത് പരത്തി വരുമ്പോഴേക്കും. അങ്ങനെ ഞാൻ ഈ 9 എണ്ണം ഇതേപോലെ പരത്തി എണ്ണയും മാവും ഒക്കെ തൂത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സാധാ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെയാണ് പരത്തുന്നത്. പിന്നെ അത് കട്ട് ചെയ്യുന്നതും പിന്നെ അതിൻ്റെ മടക്കുന്നതും മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതുപോലെ ഞാൻ ഈ 9 എണ്ണവും പരത്തി വച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ മുട്ടയുടെ മിക്സ്, പിന്നെ പരത്തിയ പറാത്ത, പിന്നെ ഇത് ഫ്രൈ ചെയ്ത് വെക്കാനൊരു പ്ലേറ്റ്, അതും എടുത്ത് വെച്ച ശേഷം സ്റ്റൗ കത്തിച്ച് ഒരു പാൻ അടുപ്പിൽ വെക്കുക. ഈ പാൻ ചൂടായ ശേഷം അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ ഒഴിക്കണേ. ഇതുപോലെയുള്ള പാനുകൾ ചൂടായെന്നറിയാനായിട്ട് നമ്മൾ അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുമ്പോഴേക്കും കണ്ടില്ലേ അതങ്ങ് ഇവോപ്പറേറ്റ് ചെയ്ത് പോകും. ശരിക്കും ചൂടായതാണെങ്കിൽ ഇതുപോലെ മെർക്കുറി ബോൾസ് പോലെ ഓടി നടക്കും. ഇപ്പം അത് പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുകയാണ്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചത്. എണ്ണ ചൂടായ ശേഷം ഓരോന്നായി എടുത്ത് മുട്ട മിക്സിൽ മുക്കി ഈ എണ്ണയിലേക്ക് ഇടണം. ഹൈ ഫ്ലെയിം വേണ്ട, എന്നാൽ ഫ്ലെയിം തീരെ കുറയാനും പാടില്ല. മുട്ടയുടെ മിക്സ് കുറച്ച് അതിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ചൂടായി കിടക്കുന്ന എണ്ണയും കുറച്ച് പുറത്തേക്ക് ഒഴിക്കണം. അപ്പോഴേക്കും ഇതിങ്ങനെ കുമ്പളയായിട്ട് വരും. ഒരു 1/2 മിനിറ്റോളം കഴിയുമ്പോഴേക്ക് ഒന്ന് മറിച്ച് ഇപ്പം അതൊക്കെ നോക്കി അറിയാമേ, അടിവശം മൂത്തിട്ടുണ്ടാവും. ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ആവശ്യവും ഒന്ന് വേകാനായിട്ട് ഒരു സമയം കൊടുക്കുക. കുക്കായി കഴിഞ്ഞു എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിതിനെ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഒരെണ്ണം കൂടി ഞാനൊന്ന് ഓടിച്ചൊന്ന് കാണിക്കാം. ഇതുപോലെ 9 എണ്ണവും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ആ മയണൈസും കൂട്ടി നേരത്തെ ഉണ്ടാക്കില്ലേ അത് കൂട്ടി ഒന്ന് കഴിച്ച് നോക്കണേ. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി നമുക്ക് ടിപ്സിലേക്ക് പോകാം.
ടിപ്സിൽ ആദ്യം കാണിക്കുന്നത് ഈ സിലിക്കൺ മാറ്റാണ്. ഇതിലാണല്ലോ ഞാനിന്ന് പറാത്ത പരത്തിയത്. ഇത് നല്ല സ്മൂത്തായിട്ടുള്ള സർഫസിൽ ഇട്ടാൽ മതി, അതവിടെ തന്നെ സ്ലിപ്പാകാതെ കിടന്നോളും. പിന്നെ ഇത് നോൺ സ്റ്റിക്കാണ്, പിന്നെ ഓവനിൽ വെക്കാം. പിന്നെ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 60 സെൻറ്റിമീറ്റർ ഇൻറ്റു 40 സെൻറ്റിമീറ്റർ ആണ്. ആമസോണിൽ നിന്നാണ് ഞാനിത് വാങ്ങിയത്. 549 റുപ്പീസായിരുന്നു. സിലിക്കൺ പേസ്ട്രി മാറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ശരിക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഞാനിത് വാങ്ങിയിട്ട് 2 വർഷത്തിൽ കൂടുതലായി. ഇതുവരെ എനിക്ക് നല്ല ഉപയോഗമാണ് ഇതിന്. പിന്നെ ഇതിൻ്റെ മാർക്കിങ്സൊക്കെ ഇതിൽ തന്നെ ഉണ്ട്, ചപ്പാത്തിയുടെ സൈസൊക്കെ. പിന്നെ ഇത് ചുരുട്ടി ഇതുപോലെ സൂക്ഷിച്ച് വെക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട്. പിന്നെ ഷാർപ്പായിട്ടുള്ള ഒന്നും ഇതിൻ്റെ പുറത്ത് വെച്ച് കട്ട് ചെയ്തെടുക്കരുത്. ഇത് രണ്ടാമത്തെ ഐറ്റം. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. നല്ല പാക്കിംഗ് ആയതുകൊണ്ടാണ് ഞാനിതിനെ ഈ ബോക്സോടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഞാൻ എൻ്റെ കുക്കിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ കിച്ചണിൽ വെക്കാനായിട്ട് വാങ്ങിയ ഒരു ചെറിയ ക്ലോക്കാണ്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതതിൻ്റെ ഒരു സ്റ്റാൻഡാണ്. ഒരു ബാറ്ററിയാണ് ഇതിന് വേണ്ടിയത്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. 323 രൂപയായിരുന്നു. 323 റുപ്പീസ്. ഇപ്പോൾ വാങ്ങിയത് ഒരു 1-2 ആഴ്ചയേ ആയിട്ടുള്ളൂ. ഒട്ടും വെയിറ്റില്ലാത്തൊരു സാധനം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമുക്ക് എടുത്തുകൊണ്ട് പോകാനൊക്കെ നല്ല സൗകര്യമുണ്ട്. ഇത് നല്ല ഭംഗിയൊക്കെ ഉള്ളൊരു ഐറ്റം ആയതുകൊണ്ട് ഞാൻ കാണിക്കുന്നതാണ്. ഇതിൻ്റെ പേര് ജാപ്പനീസ് മേപ്പിൾ ഓറഞ്ച് എന്നാണ് ഈ ഇതിലെഴുതിയിരിക്കുന്നത്. പ്ലാസ്റ്റിക്കാണ്. ഞാൻ ട്രിവാൻഡ്രത്ത് സ്റ്റൈൽ പ്ലസ് എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 870. ഇതിൻ്റെ ബേസ് ശരിക്കും ക്ലേ കൊണ്ടുള്ളതാണ്, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇതിന് ഇത്ര കോസ്റ്റ്ലി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇതുവരെ ക്ഷമയോടെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി. അപ്പോൾ ഇന്നത്തെ 3 ഐറ്റംസ്, അതായത് ടൊമാറ്റോ പറാട്ട, ടൊമാറ്റോ പിക്കിൾ ആൻഡ് എഗ്ലെസ് വെജിറ്റേറിയൻ മയോണൈസ്, ഇത് 3 ചെറിയ അളവിലൊന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അടുത്ത ആഴ്ച നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്